ഹലോ. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് വെണ്ടയ്ക്കേൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് പഠിക്കാം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണാക്കി വെച്ചതാണ്. ഗ്യാസ് കത്തിക്കുക, പാത്രം വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിക്കുക, പച്ച വെളിച്ചെണ്ണ. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ച് കടുക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലേശം 2-4 മണിക്കൂർ ജീരകം ഇടാം. അതെല്ലാം കൂടി ഒന്ന് പൊട്ടുമ്പോൾ ഉള്ളി മുറിച്ചിട്ട് വെച്ച കുറച്ച് അതിലെല്ലാം ഇടാം. അതിനെ ഒന്ന് ഇളക്കി ശരിയായി വരുമ്പോൾ കറിവേപ്പില ഇടുക. അത് ഇളക്കി ഇതാകുമ്പോൾ അതിന് വേണ്ടുന്ന ഉപ്പ് ഇടുക, ലേശം മഞ്ഞൾ, മുളക് ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയാൽ ഈ തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയ്ക്കൊക്കെ ഒരു പറ്റലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ തക്കാളി 4 ചീന്താക്കി അതിലിടുന്നു. ആ പറ്റൽ മാറും. എല്ലാം കൂടി ഒന്ന് ഇളക്കുക. 4 പച്ചമുളകും ചീന്തി അതിലിടുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കില്ല. അതിന് വേണ്ട ഉപ്പിട്ടതിന് ശേഷം കൈമേൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും. കുടഞ്ഞു കൊടുത്തിട്ട് അതിനൊന്ന് നല്ലോണം ഇളക്കി മൂടി വെക്കും. അതിനൊന്ന് ഇളക്കി നല്ലോണം എനിക്ക് മൂടി വെക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കാം. പിന്നെ നിങ്ങൾ അപ്പോഴൊക്കെ കൊത്തമ്പരി ചപ്പെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെക്കുക. എന്നിട്ട് അതിലതും അങ്ങിടുക. അപ്പോൾ അത് 5 മിനിറ്റ് കൊണ്ടത് വെണ്ടയ്ക്കേൻ്റെ സദ്യയാവും. ചെറുങ്ങനെ മുറിച്ചിട്ട് അത് നീളത്തിൽ മുറിച്ചുകൊണ്ട് പെട്ടെന്ന് അത് പോകും. അങ്ങനെ ഞങ്ങൾക്ക് അതിനെ ഇളക്കി പിടിച്ച് അടിച്ച് വെക്കാം. പിന്നെ ഇനി അടുത്തതിന് ഞാൻ വേറെ ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കുന്ന പോലെയായിട്ട് ഞാൻ വരാം. ബായ്.